അസുഖബാധിതരായ മാതാപിതാക്കളെ പരിചരിക്കാൻ യുഎസിൽ 2.9 കോടി ശമ്പളമുള്ള ജോലി നിരസിച്ച് നാട്ടിൽ പലചരക്ക് കട തുടങ്ങി. ഒരു ന്യൂസാണ്, ഒരു പത്രത്തിൽ വന്ന ഒരു ന്യൂസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ് ഇത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി IIT സ്വർണ്ണ മെഡൽ ജേതാവിൻ്റെ കഥ. സംഭവം എന്താ വെച്ചാൽ വാപ്പാക്കും ഉമ്മാക്കും സുഖമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, 2.9 കോടി ശമ്പളമുള്ള ജോലി, അത് വാർഷികമാണോ ആയിരിക്കാം അല്ലേ, ഏതായിരുന്നാലും ലക്ഷങ്ങളുടെ ശമ്പളം ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിലൊരു സാധാരണക്കാരനെ പോലെ ഒരു പലചരക്ക് കട നടത്തിയിട്ട് അവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു IIT സ്വർണ്ണ മെഡൽ ജേതാവും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം സാലറിയൊക്കെ മേടിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഔദാര്യമൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും അതിനുള്ളൊരു മനസ്സ് എന്താണ്, അത് വലിയൊരു സംഗതി തന്നെയാണ്. കാരണം ഇന്ന് പണത്തോടും അധികാരത്തോടും സമ്പത്തിനോടും വലിയ ആർത്തി പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എത്ര കിട്ടിയാലും മതിയാകാതെ വീണ്ടും, അതായത് നമുക്കുള്ള സമ്പത്തിൻ്റെ ഒരു ഭാഗം പോലും അത് ആസ്വദിക്കാൻ കഴിയാതെ വീണ്ടും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത് അല്ലേ. അങ്ങനെയുണ്ട്. എന്നാൽ ഉള്ളത് കൊണ്ട് അന്നാന്ന് ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു ലോകത്ത് പിന്നെ മക്കൾക്ക് അങ്ങനത്തെ ഒരു ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അങ്ങനെ ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഇല്ലാതിരിക്കില്ല. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചിട്ട് മാതാപിതാക്കളെ, അത് മുസ്ലിങ്ങളായ ആളുകൾ മാത്രമല്ല, അമുസ്ലിങ്ങളായ ആളുകളുടെ കൂട്ടത്തിലും അങ്ങനെ ചെയ്യുന്ന അപൂർവം ആളുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു കരുണയുടെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ വലിയൊരു കഥയാണ് യഥാർത്ഥത്തിൽ ഈ IIT സ്വർണ്ണ മെഡൽ ജേതാവിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് പ്രചോദനം കിട്ടുന്നത്. അവിടെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രസക്തി കൂടുതൽ. ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല ആളുകളും നെട്ടോട്ടോടാണ് ദുനിയാവിലെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലി മറ്റു പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വന്തം കുടുംബമൊന്നും നോക്കാൻ പല ആൾക്കാർക്കും സമയം കാണുന്നില്ല. അതിപ്പോൾ ഇന്നത്തെ നമ്മൾ പുലരുവട്ടത്തിൽ പോലും നമ്മൾ അത് കേട്ടു. പലപ്പോഴും ബിസിനസ്സിലൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ ഭാര്യയുടെ കാര്യങ്ങളോ കുട്ടിയുടെ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ടൊന്നും ചിലപ്പോൾ ഇടപെടാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ മാതാപിതാക്കളുടെ കാര്യത്തിലും പലരും അശ്രദ്ധരായി പോകുന്നൊരു സാഹചര്യം ഇന്നത്തെ കാലത്തുണ്ട്. പണ്ടും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ പണ്ടത്തേക്കാൾ കൂടുതൽ ഇന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ അണുകുടുംബമായിട്ട് മാറുകയാണ് നമ്മൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ മക്കളുണ്ടാവും. അപ്പോൾ ഒരു മക്കളിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉമ്മാനിപ്പാനൊക്കെ നോക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവിടെ ഇയാൾ US ജോലി ചെയ്യുന്ന ആ ഒരു പിന്നെ വലിയ ശമ്പളമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് തിരിച്ചയാൾ ഉമ്മയും ഉപ്പയും നോക്കാൻ വേണ്ടി വരുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായ ഒരു തിരിച്ചറിവാണ്. കാരണം ഒന്ന്, ഉപ്പയെയും ഉമ്മയും നോക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കടമയാണ്, ബാധ്യതയാണ്. ഒരു മക്കളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വലിയൊരു ബാധ്യതയാണ്. അവർ ജീവിച്ചിരിക്കുന്ന യുദ്ധത്തിനോട് പോവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമുക്കറിയാം. നിങ്ങൾക്ക് പ്രായമായ ഉപ്പയോ ഉമ്മയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക, ഇപ്പോൾ യുദ്ധത്തിന് വരണ്ടെന്ന് പറഞ്ഞ അത്രയും മഹത്തായ കാര്യത്തിൽ നോക്കുമ്പോൾ മാതാപിതാക്കളെ പരിചരിക്കലാണ് ഉത്തമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു എന്താ പറയുക, മനസ്സിൽ തട്ടി ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഇന്ന് എത്ര കണ്ട് അത്ര കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പ്രായമായ ആളുകളാകുമ്പോൾ മാതാപിതാക്കൾ ചിലർക്കൊക്കെ വലിയ പ്രായമില്ലാത്തവരെ, പക്ഷെ കുറച്ചുകൂടി പ്രായമായ ആളുകളുടെ മാതാപിതാക്കളുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവരുടെ കൂടെ നിന്നാൽ മതിയോ, നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിച്ച് അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ വളരെയധികം സന്തോഷം കിട്ടുന്ന ആളുകളുണ്ടാവും. അല്ലാതെ ഒന്നും സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒന്നും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വേണ്ടില്ല, സ്വന്തമായിട്ട് ചിലപ്പോൾ വരുമാനമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആയിട്ട് ഇത് പെൻഷനൊക്കെ കിട്ടുന്ന ആളുകളുണ്ടാവും. വരുമാനത്തിലേറെ അവരെ സംബന്ധിച്ച് അവരുടെ കൂടെ എൻ്റെ മോനെ കുറച്ച് നേരം ഇരുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഇവരൊക്കെ നമ്മൾ പരിഗണിച്ച് പോകേണ്ടതുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇത്തരം മെസ്സേജുകൾ വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സമയത്തും നമ്മൾ ഒരേ സ്റ്റേജിലല്ല. അതെ, അതായത് നമ്മുടെ പ്രായത്തിന് വ്യത്യാസം, ആരോഗ്യത്തിൽ വ്യത്യാസങ്ങൾ വരും, നമ്മുടെ സ്വബോധത്തിലും ബുദ്ധിക്കും എല്ലാത്തിനും ചില പരിമിതികളും പ്രശ്നങ്ങളും കുറവുകളും ഒക്കെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ ഓടിച്ചാടി നടക്കുന്നൊരു പ്രായത്തിലും സമയത്തിലും അധ്വാനിക്കേണ്ട ഏറ്റവും വലിയൊരു സമയത്തിലും നമ്മൾ ഞാനൊക്കെ നേടി എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് വർഷങ്ങളോ അതൊക്കെ പോട്ടെ, ഇനി പ്രായത്തിൻ്റെ ഒരു
പ്രയാസങ്ങൾ പ്രായം ചെന്നാലുള്ള എത്താന്ന് വിചാരിക്കാം. അതെ. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും മാരകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കൂലേ? തീർച്ചയായിട്ടും അതെ. അപ്പം ആ രോഗങ്ങൾ വന്നാലും ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന ആ മാതാപിതാക്കളെക്കാരം സ്വന്തം ഭാര്യ പോലും വിട്ടേച്ച് പോകാം, അല്ലെങ്കിൽ ഒരു അകൽച്ച വന്നേക്കാം. പക്ഷേ നമ്മൾ ആരോടാണോ നമ്മൾ അകൽച്ച കാണിച്ചിരുന്നത് അവരായിരിക്കും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ശിഷ്യ മാതാപിതാക്കൾ. മാതാപിതാക്കൾ അതെ. അപ്പോൾ നമ്മൾ അവർക്ക് പ്രായമായതിൻ്റെ പേരിൽ അവരെങ്ങനെ അവഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് നോക്കേണ്ട ഞാൻ, എനിക്കിപ്പോൾ എന്തെങ്കിലും വന്നാൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവരുള്ളൂ, ആ പ്രായം ചെന്ന അവരുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 2 കോടിൻ്റെ ജോലിയേക്കാൾ വലുത് ജീവിച്ചിരിക്കുന്ന അത്രയും കാലത്ത് അവരെ പൊന്നുപോലെ നോക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഉം. നമ്മൾ ഉള്ളത് കൊണ്ട് അവരെ നോക്കുക, അല്ലേ? ചാക്കിട്ട് മൂടി സമ്പത്ത് കൊണ്ട് അവരെ നോക്കണം എന്നൊന്നും അവർ അല്ല അതെ. പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ കഴിവ്, നമ്മൾ തിന്നുന്നത് പോലെ ഭക്ഷിക്കുന്നത് പോലെ അവർക്കും ഭക്ഷണം നൽകാനും അവർക്ക് വേണ്ട ചികിത്സകളും ശുശ്രൂഷകൾ നൽകാനും ഒക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് അതെ. ചിന്തിക്കുന്നിടത്തേക്ക് ഈ ഒരു ചെറുപ്പക്കാരൻ എത്തിയെന്നത് നമുക്ക് ഏവർക്കും പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ.